ഇല്ലാത്ത എന്തോ സാധനം അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ശക്തമായ രീതിയിൽ പ്രക്ഷോഭം നടത്തുകയാണ്. അപ്പം അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ തകർന്ന് തരിപ്പണായി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ഇനിയിപ്പം ഒരു സ്ഥിരതയില്ലാത്ത സർക്കാർ വരേണ്ടി വരും. കാരണം മറ്റേ ആൾ രാജ്യം വിട്ടു പോകുന്നു. കാരണം രാജ്യം വിട്ടു പോകുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താണ് പ്രധാനമന്ത്രിയുടെ ബിൽഡിങ്ങിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവനിലേക്കോ അല്ലെങ്കിൽ പിന്നെ രാജ്ഭവനിലേക്കോ ഒക്കെ കയറണമെങ്കിൽ എന്തൊരു വലിയ സുരക്ഷയായിരിക്കും. ഇത്ര സുരക്ഷയില്ല അവിടെ ഒരു 100, 250, 500 പേരൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അടിച്ചു തകർത്ത് കത്തിച്ചിട്ട് തിരിച്ചു വരാം. അങ്ങനെയുള്ള പൈസ നമുക്കിവിടെ അങ്ങനെ ഇവിടെ ഒരു കളക്ട്രേറ്റിലേക്ക് പോലും അങ്ങനെ നമുക്ക് കയറാൻ കഴിയില്ല. പക്ഷേ അങ്ങനെയാണ് അവിടുത്തെ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിതാ രാജ്യം വിട്ടു പറഞ്ഞാൽ അദ്ദേഹത്തിന് അതേ മാർഗ്ഗമുള്ളൂ. കാരണം അവിടുന്ന് പോകുക എന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം ഇങ്ങനെ ജനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് ഇത്രയേ ഉള്ളൂ: കലാപം സൃഷ്ടിക്കുക, കലാപം സൃഷ്ടിച്ച് ഇതിനെ തിരിച്ചെടുക്കുക, എന്നിട്ട് നല്ല ആൾക്കാർ ഒന്ന് ഭരിച്ച് ഡെവലപ്പ് ചെയ്യട്ടെ എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഇനി അത് ഞാൻ വിചാരിക്കുന്നില്ല, കുറച്ച് സമയമെടുക്കും ഇതൊക്കെ സെറ്റായി. പിന്നെ അവിടെ ഒരു സ്ഥിരതയുള്ള സർക്കാരുമില്ല. ഇപ്പോൾ നേപ്പാളി കോൺഗ്രസ് ആണെങ്കിലും ചൈനീസ് നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായൊരു സംവിധാനമാണ്, ഒരു പാർട്ടിയാണ്. അപ്പം ഇതുപോലെ തന്നെ ഇതിന് റീബോൺ ചെയ്ത് സെറ്റായി വരാൻ സമയമെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു അടുത്ത ദിവസങ്ങളൊന്നും തീരാൻ പോകുന്നില്ല. അത് തിരിച്ചു കൊടുത്തോണ്ടോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇനി ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരുടെ മൈൻഡിൽ അത് ഓൾറെഡി ഉണ്ട്.